ഫാദർ ജോഷി പുതുവയുടെ തട്ടിപ്പുകളും ഒരു യുവ എഞ്ചിനീയറുടെ ഹൃദയം തകർന്നുള്ള ദാരുണ മരണവും. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ മുൻ മാനേജ്മെന്റ് കൺസൾട്ടന്റും അതിരൂപത സ്ഥാപനങ്ങളുടെ കേന്ദ്ര ഓഫീസായ ഐക്കോയുടെ സ്ഥാപകനുമായ ശ്രീ ആൻഡോ ജോൺ എഴുതുന്നു. ചേർത്തലയിലെ നൈപുണ്യ കോളേജിനു വേണ്ടി കെട്ടിടം പണിയുന്നതിനായി നൈപുണ്യ ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി 2012 ആഗസ്റ്റ് 1 കോൺട്രാക്ടർ ശ്രീ KV മാർട്ടിനുമായി അന്നത്തെ പ്രൊക്രേറ്റർ ഫാദർ മാത്യു മണവാളൻ ഒരു കരാർ ഒപ്പിട്ടു. സ്ക്വയർ ഫീറ്റിന് 1500 രൂപ പ്രകാരം 5,91,21,000 രൂപയായിരുന്നു അടക്കൽ തുക. ഫാദർ ജോഷി പുതുവയായിരുന്നു കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അതിരൂപതയോ ഡയറക്ടർ ബോർഡോ അറിയാതെ ഫാദർ ജോഷി കരാറുകാരനുമായി മറ്റൊരു എഗ്രിമെന്റ് ഒപ്പിട്ടു. പുതിയ എഗ്രിമെന്റ് പ്രകാരം അടങ്കൽ തുക 6,50,33,00,000 ഉയർന്നു. വ്യത്യാസം 59,13 ലക്ഷം രൂപ. എന്നാൽ പുതിയ എഗ്രിമെന്റിന്റെ തീയതിയും പഴയ എഗ്രിമെന്റിന്റെ തീയതിയും കൗശലപൂർവ്വം ഒന്ന് തന്നെ ആക്കിയിരുന്നു, 2012 ആഗസ്റ്റ് 1. പക്ഷേ പഴയ എഗ്രിമെന്റ് ഫയലിൽ തന്നെ ഇരുന്നത് ഫാദർ ജോഷി ശ്രദ്ധിച്ചില്ല. എത്ര വിദഗ്ധമായി കളവ് നടത്തിയാലും കുറ്റം ചെയ്താലും എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിക്കും എന്നതാണ് ദൈവനീതി. ഈ കാലഘട്ടത്തിൽ ഫാദർ ജോഷിയെ അതിരൂപത പ്രൊക്രേറ്ററായി നിയമിച്ചു. പകരം ഫാദർ പോൾ കൈത്തോട്ടുങ്കലിനെ നൈപുണ്യ കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിക്കുകയും ചെയ്തു. ഇതിനിടെ കരാറുകാരൻ പണിയെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് ബില്ല് സമർപ്പിച്ചു. ബില്ലനുസരിച്ചുള്ള പണികൾ തീർന്നോ എന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ പല പണികളും ചെയ്തിട്ടില്ലെന്നും ജനറേറ്റർ തുടങ്ങിയ സാമഗ്രികൾ നൽകിയിട്ടില്ലെന്നും കണ്ടു. അതനുസരിച്ച് ഇടേന്ദ്രത്ത് പിതാവിന് റിപ്പോർട്ട് നൽകി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി ഒരു എഞ്ചിനീയർ ആവശ്യമായതുകൊണ്ട് ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം അധ്യാപകനായിരുന്ന MTech കാരനായ ശ്രീ PC സ്റ്റീഫനെ ഐക്കോയിൽ സീനിയർ സിവിൽ എഞ്ചിനീയറായി നിയമിക്കുകയും വിദഗ്ധ പരിശോധനയ്ക്കായി അദ്ദേഹത്തെ നൈപുണ്യ കോളേജിലേക്ക് അയക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ സിവേജ്, അതിന്റെ ഡക്ട്, സെപ്റ്റിക് ടാങ്ക്, വയറിംഗ് തുടങ്ങി പല പണികളും ചെയ്തിട്ടില്ല എന്ന് കാണിച്ചിരുന്നു. കോൺട്രാക്ടർക്ക് അഡ്വാൻസായി നൽകിയ 4.65 കോടി രൂപയ്ക്ക് എഗ്രിമെന്റ് പ്രകാരം അദ്ദേഹം നൽകേണ്ട പലിശയായ 62 ലക്ഷം രൂപ ബില്ലിൽ നിന്നും കുറച്ചിട്ടില്ല എന്ന് കണ്ടു. ചെയ്യാത്ത പണികളെല്ലാം കണക്കിലെടുത്ത് ഐക്കോ എഞ്ചിനീയറുടെ കണക്ക് പ്രകാരം കോൺട്രാക്ടർക്ക് നൽകേണ്ട തുക 4,24,00,000 രൂപയായിരുന്നു. അതിൽ നിന്നും പഴയ എഗ്രിമെന്റിലെ അടങ്കൽ തുകയും പുതിയ എഗ്രിമെന്റിലെ 1,650 രൂപ വീതമുള്ള അടങ്കൽ തുകയും തമ്മിലുള്ള വ്യത്യാസമായ 59.12 ലക്ഷം രൂപയും കൂടാതെ അഡ്വാൻസായി നൽകിയ പണത്തിന്റെ പലിശയായ 62 ലക്ഷം രൂപയും കുറച്ചാൽ കോൺട്രാക്ടർക്ക് നൽകേണ്ട ബാക്കി തുക 3.65 കോടി രൂപ മാത്രമായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുള്ള ഒരു റിപ്പോർട്ട് ശ്രീ സ്റ്റീഫൻ ഐക്കോയുടെ ഡയറക്ടറായിരുന്ന മോൺസിഞ്ഞോർ വടക്കുംപാടനച്ഛന് നൽകി. ഈ വിവരമറിഞ്ഞ ഫാദർ ജോഷി അരമനയുടെ റിസപ്ഷനിൽ വെച്ച് ശ്രീ സ്റ്റീഫനെ പരസ്യമായി ഒരു അച്ഛന് നിരക്കാത്ത ഭാഷയിൽ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വസ്തുതകൾ ഇപ്രകാരമായിരിക്കെ മോൺസിഞ്ഞോർ വടക്കുംപാടൻ ഫാദർ ജോഷിയുമായി ആലോചിച്ച് എങ്ങനെയൊക്കെ ഒരു കണക്ക് തയ്യാറാക്കി 6,67 ലക്ഷം രൂപ കോൺട്രാക്ടർക്ക് നൽകണമെന്ന് കാണിച്ച് നൈപുണ്യ കോളേജിലേക്ക് കത്തയച്ചു. ഐക്കോയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന എന്നോട് ആലോചിക്കാതെയാണ് അദ്ദേഹം ഈ കത്തയച്ചത്. അച്ഛന്റെ ഈ നടപടി ഒട്ടും തന്നെ ശരിയായില്ല എന്നും അച്ഛന്റെ നടപടി മൂലം കോളേജിന് 3.2 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞെങ്കിലും നിശബ്ദതയായിരുന്നു മറുപടി. കോൺട്രാക്ടർക്ക് പണം നൽകണമെന്ന് കാണിച്ചുള്ള തുക കിട്ടിയെന്നും ഒരു കാരണവശാലും ഇത്രയും പണം കോൺട്രാക്ടർക്ക് നൽകാൻ കഴിയില്ലെന്നും ഫാദർ കൈത്തോട്ടുങ്കൽ എന്നെ വിളിച്ചറിയിച്ചു. ഞാൻ എന്റെ നിസ്സഹായാവസ്ഥ അദ്ദേഹത്തോട് വെളിപ്പെടുത്തി. തുടർന്ന് ഫാദർ കൈത്തോട്ടുങ്കൽ ആലഞ്ചേരി പിതാവിന് എല്ലാ വിവരങ്ങളും വിശദമായി കാണിച്ച് ഒരു കത്ത് നേരിട്ട് നൽകി. ഒരാഴ്ചയ്ക്കകം പരിഹാരമുണ്ടാക്കാമെന്ന് പിതാവ് ഉറപ്പ് നൽകിയെങ്കിലും വടക്കുംപാടനച്ഛന്റെ കത്തുപ്രകാരമുള്ള തുക എത്രയും പെട്ടെന്ന് കോൺട്രാക്ടർക്ക് നൽകണമെന്ന് ആലഞ്ചേരി പിതാവ് കൈത്തോട്ടുങ്കൽ അച്ഛനെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയാണ് ഉണ്ടായത്. ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് കെട്ടിടം പണി നടത്തുന്നത്. പാവപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന ഫീസിൽ നിന്നുമാണ് ലോൺ തിരിച്ചടയ്ക്കുന്നത്. ഗത്യന്തരമില്ലാതെ ഫാദർ കൈത്തോട്ടുങ്കൽ അത്രയും പണം കരാറുകാരന് നൽകി. അതിനുശേഷമാണ് വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായത്. ബിൽഡിംഗ് പണിയെക്കുറിച്ച് വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് നൽകിയ സത്യസന്ധനായ ഐക്കോയിലെ എഞ്ചിനീയർ ശ്രീ സ്റ്റീഫനെ ഒരു സുപ്രഭാതത്തിൽ മോൺസിഞ്ഞോർ വടക്കുംപാടൻ ഒരു കാരണവും കാണിക്കാതെ നാളെ മുതൽ ജോലിക്ക് വരേണ്ട എന്ന് പറഞ്ഞു. വീട്ടിൽ ജോലിക്ക് വിളിക്കുന്ന ഒരു കൂലി വേലക്കാരനെ പറഞ്ഞു വിടുന്ന ലാഘവത്തോടെ അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അച്ഛനോട് ശ്രീ സ്റ്റീഫൻ കാരണം അന്വേഷിച്ചപ്പോൾ ജോഷി അച്ഛന് താങ്കളെ ഇഷ്ടമല്ല എന്ന മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്തൊരു കാട്ടുനീതി! കരാറുകാരനെതിരെ ശ്രീ സ്റ്റീഫൻ സത്യസന്ധമായ റിപ്പോർട്ട് നൽകിയതിന് ഫാദർ ജോഷി അരമനയുടെ റിസപ്ഷനിൽ വെച്ച് പരസ്യമായി സഭ്യമല്ലാത്ത ഭാഷയിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചതിന്റെയും
ഭീഷണിപ്പെടുത്തിയതിന്റെയും ബാക്കി പത്രമായിരുന്നു ഈ പിരിച്ചുവിടൽ നടപടി. ചുരുക്കി പറഞ്ഞാൽ കർദിനാളിന്റെ തണലിൽ ഫാദർ ജോഷി അരമനയിൽ ഭീകര ഭരണം നടത്തുകയായിരുന്നു. ഇപ്പോഴും അതുതന്നെയല്ലേ നടക്കുന്നത്? ശ്രീ സ്റ്റീഫൻ 2 സഹായമെത്രാന്മാരെയും നേരിൽ കണ്ട് തന്നെ തിരിച്ചെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും അവരും നിസ്സഹായരായിരുന്നു. തുടർന്ന് ശ്രീ സ്റ്റീഫൻ ആലഞ്ചേരി പിതാവിന് ഒരു ദയാഹർജി നൽകിയെങ്കിലും അദ്ദേഹം അതിന് മറുപടി പോലും നൽകിയില്ല. ഇതിന്റെ ഷോക്കിൽ നിന്നും കരകയറാനാവാതെ ആ ഹതഭാഗ്യനായ ആ പാവം ചെറുപ്പക്കാരൻ 1 വർഷം തികയും മുമ്പേ ഹൃദയാഘാതം മൂലം അന്തരിച്ചു. ഈ ത്രിമൂർത്തികളാണ് ഭൂമി കുംഭകോണത്തിലെ കക്ഷികൾ. ജോഷി അച്ഛന് വേണ്ടി ഇത്രയും കൊടും ക്രൂരത ആ ചെറുപ്പക്കാരനോട് ഈ ത്രിമൂർത്തികൾ ചെയ്യണമെങ്കിൽ അതിന്റെ പിറകിലെ ചേതോവികാരം എന്തെന്ന് എല്ലാവരും സ്വയം വിലയിരുത്തിയാൽ മതി. 6.59 ലക്ഷം വിശ്വാസികളും 475ഓളം വൈദികരുമുള്ള സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയും സഭയുടെ ഏറ്റവും വലിയ രൂപതയുമായ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്ക് 14 കേസുകളിൽ പ്രതിയും ഇത്തരം അനേകം തട്ടിപ്പുകൾ നടത്തിയ ആളുമായ ഫാദർ ജോഷിയെ തന്നെ ചാൻസലറായി നിയമിക്കണമെന്ന് ബോസ്കോ പിതാവിന് എന്തായിരുന്നു ഇത്രയും നിർബന്ധമെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അദ്ദേഹവും ആരുടെയൊക്കെയോ ഭീഷണിയുടെ നിഴലിലായിരുന്നു എന്ന് കരുതിയാൽ തെറ്റു പറയാൻ പറ്റില്ല.